ഹലോ ഗൈസ്, കഴിഞ്ഞ ലീവിന് നാത്തൂൻ നാട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ച ഒരു സ്ഥലമായിരുന്നു വണ്ടർല. പക്ഷേ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ലീവിന് നാട്ടിൽ വന്നപ്പോൾ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഞങ്ങൾ ട്രെയിനിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സമയമായപ്പോൾ നമ്മുടെ കാറ് തന്നെ വേണ്ടി വന്നു. ചേച്ചിയുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സുമായിട്ടായിരുന്നു പോകാനിരുന്നെങ്കിലും സമയമായപ്പോൾ കിടക്കുന്നു നാലും നാല് വരിക്ക്. എന്നാലും നമ്മൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കാൻ ഒരു പ്ലാനും ഇല്ല. അപ്പോൾ ഓൾറെഡി ഞാനും നാത്തൂനും എൻ്റെ ചേട്ടനും നമ്മുടെ ഐമൂസൊക്കെ ഓൾറെഡി റെഡിയാണ്. പിന്നെ സമയമായപ്പോൾ ഞങ്ങളത് ആ മമ്മീനെയും അമ്മേനെയും കൂടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടർലയിലൊക്കെ ഒരു പ്രായപരിധി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് എറണാകുളത്ത് തന്നെ നമ്മുടെ വണ്ടർലയുടെ തൊട്ടടുത്ത് ഒരു 2-3 കിലോമീറ്ററിനടുത്ത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് താമസിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. വീടിന് ചുറ്റും ചെടികളും ഭയങ്കര ഭംഗി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടർലയിലോട്ടായിട്ടോ. ഇവിടെ നിന്ന് ഒരു ഏകദേശം ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 കിലോമീറ്റർ വരുള്ളൂ. അപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോൾ തന്നെ നമ്മളിതാ വണ്ടർലയുടെ മുകൾ ഭാഗം കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാനിത് സെക്കൻഡ് ടൈമാണ് കേട്ടോ വണ്ടർലയിൽ പോകുന്നത്. പോകുമ്പോൾ തന്നെ ഒരു സൈലൻ്റ് ആയിരുന്നു കാണുമ്പോഴെങ്കിലും മുകളിൽ പോയപ്പോൾ നല്ല റഷ് ഉണ്ടായിരുന്നു ഗൈസ്. സ്കൂളിലെ പിള്ളേർ ഒരു സൈഡിൽ, അത് കഴിഞ്ഞപ്പോൾ ശബരിമല സീസൺ ആണല്ലോ, അപ്പോൾ അവിടെ പോയിട്ട് വരുന്ന കുറച്ച് പേര് അങ്ങനെ ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഓൾറെഡി ഞങ്ങൾ 4 ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബർത്ത്ഡേ മന്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 എടുത്താൽ 2 ടിക്കറ്റ് ഫ്രീ ആയിരുന്നു. ബർത്ത്ഡേ ഉള്ള 2 പേർക്ക് ഫ്രീ അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ ആ ടിക്കറ്റൊക്കെ എടുത്തു ഓൺലൈനിൽ. പിന്നെ ഞങ്ങൾ ഇറക്കി ചേട്ടൻ പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന 2 ടിക്കറ്റോട് ഞങ്ങൾ ഓടിച്ചെന്നെടുത്തു കേട്ടോ. വലിയ ഡിലേ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പോയി എയർ ടൈറ്റ് ആയിട്ടുള്ള ഫോൺ കവർ മേടിച്ചു. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഇനിയുള്ള വിശേഷവുമായ അടുത്ത വീഡിയോ കാണാം. ബൈ.